ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യ സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തമിഴിലെ പോലെ തന്നെയാണ് മലയാളത്തിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ജീവൻ്റെ അച്ഛനും കൂടി വന്നിട്ട് അനുവിനെ വീണ്ടും പെണ്ണാലോചിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വപ്നം നിറവേറ്റി കൊടുക്കണം. അച്ഛൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച ഒരു നിലയിലെത്തിക്കണമെന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ. പിന്നെ നമ്മുടെ അച്ഛനെ പോലത്തെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് എടുക്കാത്ത പുറത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് കാശില്ലാതെ ഞങ്ങളെ പുറത്തിറക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ ആവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ 4 മക്കളെയും വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ചു. പക്ഷെ അച്ഛൻ്റെ ആ സമയത്തെ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ, മക്കളെ കെട്ടിച്ചു വിട്ട് ആ രീതിയിൽ പോകണം എന്നല്ല. ബാക്കി ഇപ്പോഴത്തെ തലമുറകൾ അച്ഛന്മാർ ആലോചിക്കുന്ന പോലെ മക്കളെ കെട്ടിച്ചിടുന്നതിനേക്കാൾ നല്ലത് അവർക്കൊരു ഭാവി ഉണ്ടാക്കുക എന്ന് മാത്രമാണ് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ വീട്ടിലെ ഒരു കളക്ടർ വേണമെന്ന് എൻ്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെ അതിനാർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറയുന്നു, എനിക്ക് കളക്ടറാവാൻ സാധിക്കുമെന്ന്. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ IAS എഴുതും, ഞാൻ കളക്ടറാവും എന്നൊക്കെ അനു പറയുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിവാഹം കാര്യങ്ങളൊക്കെ. ജീവനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അനൂസ് പറയുന്നുണ്ട്. അത് കേൾക്കുന്നവർ നമ്മുടെ ജീവൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ബാലൻ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടുന്ന പെൺകുട്ടികൾ ഭാഗ്യം ചെയ്യണം. ഇതുപോലെ മനസ്സിലാക്കി പഠിപ്പിച്ച് അവരെ നല്ല നിലയിലെത്തിക്കുക, അച്ഛനമ്മമാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ശേഷം അനുവിനോട് പറയുകയാണ്, അനു ബെസ്റ്റ് ഓഫ് ലക്ക്, നീ നിൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്ത്. ആ ഒരു കളക്ടറിൻ്റെ ഭർത്താവാണ് യാട്ടോ, അതിനൊരു ഗമയൊക്കെ അല്ലേ, ഞാൻ കാത്തിരിക്കുക എന്ന് പറയാണ് നമ്മുടെ ജീവൻ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, അനുക്കും സന്തോഷമാകും കേട്ടോ. അങ്ങനെ അനുക്ക് വേണ്ടി നമ്മുടെ ജീവൻ കാത്തിരിക്കുക തുടങ്ങുകയാണ്. അതായത് അനു പഠിച്ച ഒരു കളക്ടർ ആകുന്നത് വരെ ജീവൻ ഫുൾ സപ്പോർട്ട് കൊടുത്ത് അനുവിനെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുക കേട്ടോ. അതേസമയം ആലോകാണെങ്കിൽ അനുവിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അത് അനുവുമായിട്ട് പ്രണയിച്ചുള്ള സംഭവങ്ങളും അനുവിനെ സ്നേഹിച്ച് നടന്നപ്പോൾ സംഭവങ്ങളും അനുവിനെ താൻ പറ്റിച്ച് നടന്നതൊക്കെ തന്നെ ആലോചിക്കുകയാണ് ആലോക. അതൊക്കെ ആലോകിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. കാരണം എന്തുമാത്രം അവൾ തന്നെ സ്നേഹിച്ചിരുന്നു, വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പറയുന്നിടത്തൊക്കെ വരുമായിരുന്നു എന്ന് മാത്രം ആയിട്ടാണ് അവൾ എന്നെ സ്നേഹിച്ചത്. പക്ഷേ ചതിയിലൂടെ മാത്രമാണ് അവളെ താൻ കണ്ടിട്ടുള്ളൂ. സ്നേഹത്തിൻ്റെ ഒരു കണിക പോലെ അവളുടെ അടുത്ത് തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനുവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ നന്മ, അനുവിൻ്റെ സ്നേഹം. അനുവിനെ പോലെ ഒരു പെൺകുട്ടി സ്നേഹം കിട്ടാനായിട്ട് അതിൻ്റെ ഒരു ഭാഗ്യം തന്നെ ചെയ്യണം. ആ ഭാഗ്യം തനിക്ക് കിട്ടിയപ്പോൾ താനത് തട്ടിക്കളഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ഒരു കാര്യം ആലോക തീരുമാനിക്കുകയാണ്, വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അനുവിനെ മാത്രം മതി, അല്ലാതെ തനിക്കൊരു വിവാഹം വേണ്ട. ഇപ്പോൾ അനുക്ക് തന്നെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിലും വേണ്ട, താൻ വിവാഹമേ കഴിക്കുന്നില്ല. പക്ഷേ വിവാഹം എന്നുണ്ടെങ്കിൽ അത് അനുവായിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റക്കാലെ നിൽക്കാട്ടോ ആലോക. അങ്ങനെ ആലോക റൂമിന് പുറത്തിറങ്ങുമ്പോഴേക്കും അച്യുതൻ പറയടാം, ദേ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ അനു, അന്ന് നിനക്ക് കല്യാണാലോചന വന്നിരുന്നില്ലേ, ആ അമേരിക്കക്കാരി, ആ മോളുടെ കോടീശ്വരൻ, ദേ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്ന ഏട്ടൻ പറയുന്നത് അവരായിട്ട് ഏട്ടൻ സംസാരിച്ചിരുന്നു. അവർക്ക് എപ്പോൾ വിവാഹത്തിന് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടുമില്ല. അതറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഡ്രാമ കല്യാണമാണല്ലോ, അത് അവർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചെയ്യും. അവർ അമേരിക്കയിലായതുകൊണ്ട് ഇവിടെ നടന്നതൊന്നും അവരറിയില്ല, പ്രശ്നമൊന്നുമില്ല, അവർക്കറിയില്ല. അതുകൊണ്ട് ഈ വിവാഹം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ അലുവിനോട് അനന്തം ചോദിക്കാട്ടോ. അച്യുത, നീ മിണ്ടാതിരിക്കും, ഞാൻ സംസാരിക്കാം ആലോക, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ആ വിവാഹ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്, അപ്പോൾ എനിക്ക് സുഹൃത്തിന് ഒരു വാക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നിൻ്റെ വിവാഹമാണ്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തോട്ടെ എന്ന് അനന്തൻ ചോദിക്കുമ്പോൾ ആലോക പണ്ട് വലിയച്ഛ ഇപ്പം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കില്ലേ. എന്നിട്ട് അച്യുതൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പണക്കാരി പെണ്ണിന്, ഒറ്റ മോള്, അമേരിക്ക സെറ്റിലാവുക എന്നൊക്കെ
നീ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏടാ? നീ ഇപ്പോൾ എന്തെങ്കിലും മാറ്റി പറയണത്? അച്ഛാ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ പണത്തിനും സ്വർണത്തിനേക്കാളൊക്കെ വലുതായിട്ട് ഒന്നുണ്ട് അച്ഛാ. എടാ നീ എന്തൊക്കെയാണ് മണ്ടത്തരായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അച്ഛാ അനുവിനെ പോലത്തെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ കളഞ്ഞില്ലേ അച്ഛാ. അതുപോലെ ഒരു മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടി എനിക്ക് എവിടെ കിട്ടാനാണ് അച്ഛാ. അവളെ പോലത്തെ ഒരു പെൺകുട്ടി കിട്ടാൻ ഒരു ഭാഗ്യം ചെയ്യണമായിരുന്നു എനിക്ക്. ആ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞു അച്ഛാ. ഞാൻ അച്ഛനോടും വലിയച്ഛനോടും വീട്ടിലെല്ലാം കൂടി ഞാൻ പറയുകയാണ്, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അനുവായിട്ട് മതി, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹം വേണ്ട എന്ന്. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അവൾ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊന്നും ഞാൻ പറയില്ല, ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ അവളെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ല, ആ വീട്ടുകാരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യാനും പാടില്ല. വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. എനിക്ക് അനുവിനെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാലിൽ നിൽക്കുക കേട്ടോ. അനു കൂടെ താമസിച്ചപ്പോൾ അവന് വേണ്ട, മോന്ത ഉരയ്ക്കും, അതാണ് ഇതാണ്, ആ പണക്കാരീനെ കെട്ടാനുള്ള ഒരു ആഗ്രഹമൊക്കെയായിരുന്നു. ഇപ്പം ജയിലിൽ കുറച്ച് ദിവസം കിടന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു കേട്ടോ. അങ്ങനെ രാജശ്രീ പറയുന്നുണ്ട്, എൻ്റെ അച്യുതേട്ടാ ഇവനെന്താ തലയ്ക്ക് ഭ്രാന്തായോ? ഇവൻ ആ ജയിലിൽ കിടന്ന സമയത്ത് ഇവനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇവൻ ഈ സ്വഭാവത്തിൽ എന്താ ഇത്ര വലിയ മാറ്റം? ഇവിടുന്ന് പോയി അലോകല്ല തിരിച്ചു വന്നത്, ഇത് ഇവൻ്റെ അഭിനയമാണ് എന്ന് പറയുമ്പോൾ അച്യുതൻ പറയാം, ഇത് അവൻ്റെ അഭിനയം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അനുവിനോട് പകരം വീട്ടാനായിട്ട് അവൻ പുതിയ മുഖം അണിയണതായിരിക്കും എന്ന് പറയുമ്പോൾ അനന്തം പറയണ്ടേ, എനിക്ക് തോന്നുന്നില്ല അഭിനയമാണെന്ന്, അവൻ മനസ്സിൽ തട്ടിപ്പറഞ്ഞ് പറഞ്ഞതായി എനിക്ക് തോന്നുന്നത് എന്ന് അനന്തനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലോകിന് ഒരു ആഗ്രഹം, അനുവിനെ ഒന്ന് കണ്ട് തൻ്റെ പ്രണയം തുറന്ന് പറയണമെന്ന്. അനു നിരസിക്കുകയാണെങ്കിൽ ഓക്കെ, വേണ്ട, കുഴപ്പമില്ല. പക്ഷേ അനുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കുക എന്ന് പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ആലോക്. അങ്ങനെ ആലോക് വിചാരിച്ച പോലെ തന്നെ അനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പോണത് കാണുമ്പോഴത്തേക്കും ആലോക് പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ രാജശ്രീ അച്യുതനും ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോണത്? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകുന്നത് ഇവർ പോവാണ് ആലോക്. അപ്പോൾ അനു ആണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ പുറത്ത് കടകിൽ എവിടെയൊക്കെയോ പോകുക കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് തമിഴിലെ ഭാഗം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ആലോക് പുറകെ വരുന്നുണ്ട്. അനു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അനു ആകെ ഷോക്കായിട്ട് പുറകിലേക്ക് നോക്കിയാണ്. തിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ആലോകിന് തന്നെയാണ്. ഉപദ്രവിക്കുക എന്നൊരു ഉദ്ദേശം എന്നറിയില്ല. കഴിഞ്ഞ ദിവസം കാലൊക്കെ പിടിച്ച് കരഞ്ഞ എന്നുള്ളതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ എന്താ ഇയാളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അനു അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുക കേട്ടോ, ഈ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആരും ഇല്ല കേട്ടോ. അനുവിന് ഭയങ്കര പേടിയാവുകയാണ്. അപ്പോൾ ആലോക് ഓടി വരുന്നുണ്ട്. അനു നീ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അനു പറയുകയാണ്, എന്താ ആലോകിന് പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് പോകണം. ശരി, ഞാൻ നിന്നെ ശല്യം ചെയ്യുകയാണല്ലോ, ഒരൊറ്റ മിനിറ്റ്. അനു നീ എന്നോട് ക്ഷമിക്കണം, അത് ആലോക ഇന്നലെ പറഞ്ഞതല്ലേ, അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാം, എനിക്ക് പോകണം. അനു എനിക്ക് ഇപ്പോഴാണ് അനു മനസ്സിലായത്, നിൻ്റെ സ്നേഹം അത്രമാത്രം നീ എന്നെ സ്നേഹിച്ചിരുന്നെന്ന്, നിൻ്റെ സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അനു എനിക്കൊരു ആഗ്രഹമുണ്ട്, നിനക്ക് എപ്പോഴും ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടോ അനു? എന്നോട് നീ ഇപ്പോൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ അനു? മുമ്പ് എന്നെ പ്രണയിച്ചതിൻ്റെ ബാക്കി എവിടെയെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒന്ന് തുറന്നു പറ ആലോക. എനിക്ക് നിന്നോട് ഇപ്പോൾ ഒന്നുമില്ല, ദേഷ്യവും ഇല്ല, സ്നേഹവും ഇല്ല, ഒന്നുമില്ല. നീ ഒന്ന് പോ ആലോക. ശരി, ഞാൻ പോകാം. പക്ഷേ ഒരു കാര്യം അനു, ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ പ്രണയം എന്താണെന്ന് അറിയണത്, എൻ്റെ ജീവിതത്തിലെ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ് അനു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോട് നീ എന്നോട് പറയണം, അതല്ലാതെ എന്നാണെന്നുണ്ടെങ്കിലും നീ ആരെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല അനു. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഈ ജീവിതം ഒഴിഞ്ഞു വയ്ക്കും, നിന്നെ ആലോചിച്ച് ഞാൻ ഈ ജീവിതത്തിൽ അങ്ങനെ തീർത്തോളാം അനു എന്നൊക്കെ പറഞ്ഞ് അലോക് അവിടെ നിന്ന് പോവുക കേട്ടോ. അനു ശരിക്കും ചുറ്റിപ്പോവാട്ടോ, കാരണം ഒരു ഭാഗത്ത് ജീവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ റെഡിയാവുന്നു, മറ്റൊരു ഭാഗത്ത് അലോക് ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല,
കല്യാണം കഴിച്ചില്ലെങ്കിലും അനുവിനെ തന്നെ ഭാര്യയായിട്ട് മനസ്സിൽ പ്രതീക്ഷിച്ച് കഴിയുമോ എന്ന് പറയുക അങ്ങനെ അലോക അനു ആകെ ധർമ്മ സങ്കടത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളാണ് നമുക്ക് ഇനിയും കാണാൻ പോകുന്നത്. ഇപ്പോൾ തമിഴിലെ ഭാഗമാട്ടോ ഇത്, പക്ഷേ തമിഴിലും വേറൊരു ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് നാളെ വരുമെന്നല്ല, ആനന്ദ് ആ സത്യം തുറന്ന് പറയുകയാണ്. ദേവിയുടെ അച്ഛൻ ഉദയഭാനുവാണ് കള്ളനെന്നും 25,000 രൂപ മോഷ്ടിച്ചും അതിന് മുമ്പ് 2,000 രൂപ മോഷ്ടിച്ചതൊക്കെ ഉദയഭാനു ആണെന്നും ഇതറിയുമ്പോൾ വീട്ടിൽ എല്ലാവരും ആനന്ദിനെതിരെ തിരികെയാണ്. നീ എന്തൊക്കെ അസംഭവമാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെ, വൃത്തികേടാണ് ഈ പറയുന്നതൊക്കെ, മാന്യമായിട്ട് കോടീശ്വരനായിട്ട് കുറിച്ച് എന്തൊരു വൃത്തികേട വർത്താനം പറയണേന്നൊക്കെ ഗോമതി അടി കൊടുക്കും കേട്ടോ നമ്മുടെ ആനന്ദിനിട്ട്. എന്താണെന്ന് വെച്ചാൽ ഉദയഭാനുവിനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുഖത്തേക്ക്. അപ്പോൾ ആനന്ദ് പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും അടിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും പറ, പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണത്, ഞാനിത് നിങ്ങൾക്ക് തെളിവോടുകൂടി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവിയുടെയും വീട്ടുകാരുടെയും കള്ളത്തരവും ചതിയും എല്ലാം തന്നെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ദേവി പടി ഇറങ്ങി പോകാൻ പോകുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അതേ ദേവി പടി ഇറങ്ങി പോകുമ്പോൾ തന്നെ ചെയ്യും. പക്ഷെ തമിഴിൽ ഈ പടി ഇറങ്ങുമ്പോൾ ദേവി പ്രഗ്നൻ്റ് ആവുന്നുണ്ട് തമിഴിൽ കേട്ടോ. അത് ഒറിജിനലായിട്ട് പ്രഗ്നൻ്റ് ആവുക കേട്ടോ. പക്ഷേ ഇതിൽ ആനന്ദും ദേവിയും കൂടി ഇനി ഒന്നിക്കാനൊന്നും അവസരം എന്താണെന്നോ അതൊന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തമിഴിൽ ഒരു പ്രഗ്നൻ്റ് ആണെന്ന രീതിയിൽ അറിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് ദേവി ഇറങ്ങിപ്പോയത് തന്നെയായിരിക്കും. എന്തായാലും മലയാളത്തിൽ എന്താ വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.